സാബിഇ വിലാദതിഹി. അതെ, ഉപ്പ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ്, ആ അബ്ദുൽ മുത്തലിബ് മഹാനായ റസൂലുള്ളാഹിന്റെ ജന്മത്തിന്റെ 7ാമത്തെ ദിവസം അഖീഖ അറുത്തിട്ടുണ്ട്. വലാ തുസാദു മർറതൻ ഥാനിയ. അഖീഖ 2ാമത്തെ പ്രാവശ്യം ഇതിനം നമുക്ക് സുന്നത്താണ്. വളരെ വ്യക്തമായി ഇമാം സുയൂത്തിയുടെ അൽ-ഹാബീരിൽ ഫതാവയുടെ 1ാം വാള്യത്തിന്റെ 162ാമത്തെ പേജ്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിടക്കാൻ പോകുമ്പോ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾ സാക്ഷികളല്ലേ? ആ അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങളിത് പറയും ഇൻഷാ അല്ലാഹ്. ഒരു സംശയം കൂടെ തീർക്കണ്ടേ? ഇസ്ലാമിക വല്ല കൊണ്ട ഈ നിങ്ങൾ പറഞ്ഞ ഈ ഹദീസിലോട്ട് ഏതെങ്കിലും ഒരു സ്വഹാബികൾ എന്താ ചിരിക്കുക? നിങ്ങൾ മൊയ്തീസിനോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ട്, അവർ ചിരിച്ചൊപ്പിക്കല്ലേ? ഇത് എത്ര സ്വഹാബികളെ കാലത്ത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മൗലിദ് കഴിക്കുന്ന മുമ്പ് പതിവില്ലാത്ത മായിക്കോടൊക്കെ അതല്ല, കിതാബ് പിടിച്ചിട്ടാ ഈ സംസാരം. കളി നടക്കുക. സ്വഹാബി ചെയ്തത് കാണിച്ചാൽ സുന്നിയാകുമോ? കിട്ടണം. ഇസ്ലാമിൽ ജന്മദിനം കഴിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ റിവായത്ത് വായിച്ചാൽ പോലെ മഹാന്മാരുടെ കിതാബിൽ നിന്ന് കാണിക്കും. നിങ്ങൾ സ്വഹാബി പറഞ്ഞതായി കാണിക്കാം. മാറാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിൽ ജന്മദിനുണ്ടോ? ഉണ്ട്. റസൂലുള്ളാഹിയാ പഠിപ്പിച്ചത്. കണ്ടോ ജനങ്ങളെ? ഉണ്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് ഞാൻ പറയാം, ഉമർ തങ്ങൾ പറഞ്ഞത് പറയാം. മൗലൂദ് നിങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാരും പഠിച്ചോളി. ഇതൊക്കെ ഉള്ളതാ. ആര് പറഞ്ഞു പലരോട് ഇതൊക്കെ ഉണ്ട്? ഇസ്ലാമിൽ ജന്മദിനമില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാവില്ല. ഓയ് ഒരാളെ എല്ലാരും ഇതെന്താ സംഭവം എന്നറിയ. ഒരാൾ പറയാണ്, ക്ലിപ്പ് വരാണ്ട് എല്ലാരും അടി. അല്ല മൗലവി രാത്രിയാണ്. അല്ലേ, ഇത് പകല് തന്നെ. അങ്ങനെ ഒരാൾ പറഞ്ഞ ഒരു രക്ഷയില്ല. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലെ ജന്മദിനം ആഘോഷിച്ചത് ഇമാം ബൈഹഖിയുടെ കിതാബിൽ നിന്ന് നമ്മൾ വായിച്ചു. ഇനി പതിവില്ലാത്തതാ, അതിഹിജിറമുണ്ടോ, പിന്നെ ശേഷം വന്നതാ. അതിന്റെ നേരെ മുമ്പൊരു വരില്ല. അതിന്റെ നേരെ മുമ്പൊരു വരില്ല. എന്താണെന്നറിയോ? അതൊന്ന് പാടിയ വിഷയം തീരും. ആ താരി മേലും രണ്ടും പാടാൻ പോവാണ്. ബേജാറാണ്ട് ഞാൻ പാടിത്തരാം. കേട്ടോ. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ. എന്താ പറഞ്ഞത്? അമലുൽ മൗലിദ്, മൗലിദാഘോഷം അതിനാള് കൂടുന്നത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനമല്ല, നബിജദ്ദയിലുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. അവൻ നബിജദ്ദയിലുണ്ട്. അവ ഹിജറ 300 ശേഷം വന്നതാന്ന് പറഞ്ഞതോ? അതിന്റെ ശേഷം വായിക്കും. എന്താ? മലിക്കുൽ മുദഫർ, ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവനാണ് വൻവർണിസ്തന. മൗലിദ് കഴിക്കുന്നന്ന് 6000 പൊരിക്കുന്നതാണ്, കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹരിവായുമുണ്ടോരോ തരം. ഈ പറഞ്ഞ മൗലിദ് ഇത് ഹിജറ 300 ശേഷം വന്നതാ. നിങ്ങൾക്കാർക്കും തർക്കല്ല. അതേ സമയത്ത് മൗലിദാഘോഷം അത് നേരത്തെയുണ്ട്. നന്നായി മൗലിദ് ഓതണമെന്നാ പറഞ്ഞത്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബ ഒക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. അല്ല നീങ്ങും. അത് നമ്മൾ പറഞ്ഞു മൗലവിയാവുന്നു. ദുന്യാവല്ല ആഖിറാണ്. കള്ളന്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കള്ളൻ കളവ് പറയുന്ന ആയത്തും ഹദീസും വെക്കുന്ന മൗലവിമാര് തന്നെ. അപ്പൊ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. ധൈര്യമായി മൗലൂദോദിക്കോ. അവിടേക്ക് ഒരൊറ്റ മൗലവിയും വരുന്നതല്ല. പണ്ഡിതന്മാർ നടത്തിയ SYS നടത്തിയതുപോലെ ഒരു മുഖാമുഖം ഈ മുട്ടിൽ വെച്ച് ഇതുപോലെ തുറന്നൊരു വ്യവസ്ഥയ്ക്ക് തയ്യാറാണ് എന്ന് ഇപ്പൊ ചോദിക്കണം. മുഖാമുഖം മുജാഹിദ് നടത്തിയ ഇൻഷാ അല്ലാഹ് അന്ന് മുജാഹിദുകളുടെ ആദർശത്തിന്റെ ഖിയാമത്ത് നാളായിരിക്കും.
ഓ നബിദിനത്തിന് തെളിവുണ്ട് എന്നുള്ള പുസ്തകം പറഞ്ഞു. തീർച്ചയായും ഞാനല്ല ഇമാം ബയ്യ. അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ അർത്ഥം വിതരണം ചെയ്തതായി തെളിയിക്കാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഏതെങ്കിലും സ്വഹാബികൾ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഇങ്ങനെ ചെയ്തതായി, നബിദിനം നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തതായി ഹദീസ് ഉദ്ധരിക്കാമോ? അതാണ് ചോദ്യം. ഹദീസ് ഉദ്ധരിക്കാമോ? ഒരു സംഭവം ഉദ്ധരിക്കാമോ? അതായി പറഞ്ഞത് ഹദീസ്. അതെ, ബൈഹഖിയുടെ ഹദീസാണ്. ഹദീസ് ഇതാ കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ഹദീസില് വളരെ വ്യക്തമായിട്ട് അതെ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന്റെ ശേഷം നബിതങ്ങൾ നബിക്ക് വേണ്ടി അറവ് നടത്തി എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തി എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടല്ലേ നബിതങ്ങളുടെ കാലത്ത് മദ്രസ. അപ്പൊ മുജാഹിദിന് മറുപടി എന്താ? മദ്രസ ഇല്ല, പക്ഷെ മദ്രസയിലുള്ളത് ഇൽമാണ്, ഇൽമ പഠിപ്പിക്കലാണ്, അതൊന്നുണ്ട്. അതെന്നെ ഞങ്ങൾ ഈ പറയുന്നത്. ഇന്ന് കാലം അതെല്ലാം അങ്ങനെ നബിദിനം മാത്രമല്ല, സാൽവേഷൻ നടത്തൽ മുമ്പ് അത് ഹിജ്റ 300 അല്ലേ, ഹിജ്റ 10,000 ശേഷം വന്നതാണ് അല്ലേ? സാൽവേഷൻ നബിതങ്ങൾ സാൽവേഷനൊക്കെ ഒരു ഗ്രൗണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പൊ നബിദിനം എന്താ വനിതാ സമ്മേളനം. നബിന്റെ കാലത്തെ ആയിഷാ ബീവി ഉദ്ഘാടനം, ഫാത്തിമ ബീവി അധ്യക്ഷത. അങ്ങനെ ഉണ്ടോ ഒരു നബി ഒരു വനിതാ സമ്മേളനം? ഇല്ല. സംസ്ഥാന സമ്മേളനം മണ്ഡലം. എന്നിട്ട് എന്താ രാത്രി സമയത്തൊക്കെ സ്ത്രീകൾ എങ്ങനെ നടത്തിപ്പിക്കുക, പോസ്റ്റർ ഒട്ടിക്കാൻ അല്ലേ? എന്തൊരവസ്ഥ! മൗലവിമാര് ടോർച്ചടിച്ചെടുക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് സഹോദരന്മാരെ, ഈ രൂപത്തിലുള്ളത് ഇതൊന്നും നബിന്റെ കാലത്തില്ല. അതൊന്നും അൽമനാറുണ്ട് നബിന്റെ കാലത്ത്. പോകട്ടെ, ബുഖാരി നബിന്റെ കാലത്തുണ്ടോ? അങ്ങനെയുണ്ടോ? ബുഖാരി ഓതൽ മുമ്പ് അങ്ങനെയുണ്ടോ? അത് ഹിജ്റ 300 ഇന്നുള്ള രൂപത്തിലൊരു മുസാഫില്ല. അപ്പൊ അത് ഓതാൻ പാടില്ല. ഓതാ അതിന്റെ അസല്. ഞാൻ ചോദിച്ച